ഷംന കൂടി അവിടെ നിന്ന് ചേരുന്നുണ്ട്. ഇന്ന് പ്രധാനമായും ചാലിയാർ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടന്നത്. ഇപ്പോഴും രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുന്നവർ സൂചിപ്പിക്കുന്നത് ചാലിയാർ കേന്ദ്രീകരിച്ച് തന്നെ ആണ് കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കാണാനുള്ള സാധ്യത എന്നതാണ്. ചാലിയാർ വനമേഖലയിലൂടെ കടന്നു പോകുന്ന ഭാഗത്തൊക്കെ വേണം കൂടുതൽ തെരച്ചിൽ ഇനി നടക്കാൻ എന്ന കാര്യവും അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നും ചാലിയാറിൽ നിന്ന് ഏതാണ്ട് 10ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടി നിൽക്കുന്നു. ഷംന, എങ്ങനെയാണ് ഇന്നത്തെ തെരച്ചിലിനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയുക? സകല സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് പല സോണുകളായി തിരിച്ച് ഇന്ന് ചാലിയാറിൽ തെരച്ചിൽ നടന്നത്. അതിന് എല്ലാ സേനാ വിഭാഗങ്ങളുടെയും സഹായം ഉറപ്പാക്കിയിരുന്നു. അത് എത്രമാത്രം ഫലം കണ്ടു എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി എത്ര നേരം ഇന്നത്തെ തെരച്ചിൽ തുടരാൻ സാധ്യതയുണ്ട്? രേണുക, തീർച്ചയായും ഇന്ന് രാത്രി വരെയും തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചുകൂടി അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. ഇടയ്ക്ക് മഴ പെയ്തെങ്കിൽ പോലും നല്ല വെയിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ പുഴയിലെ ജലനിരപ്പ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഈ തിരച്ചിലിന് കുറച്ചും കൂടി അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ സമയം തിരച്ചിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ നേവിയും പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം നമ്മോട് പറഞ്ഞത്. ഇന്ന് ചാലിയാർ പുഴയിൽ ഏകദേശം 40 കിലോമീറ്ററാണ് ചാലിയാർ പുഴ. ഇതിൽ ഓരോ 5 കിലോമീറ്റർ ഇടവിട്ടാണ് ഇപ്പോൾ തിരച്ചിലിനായി സംഘം ഇറങ്ങിയിരിക്കുന്നത്. നേവിയുണ്ട്, പോലീസുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, നാട്ടുകാരുണ്ട്, ഒപ്പം ഈ മുണ്ടേരി വനമേഖലയിലെ ആദിവാസികളുണ്ട്. ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഇവിടെയുള്ള ഒരു പാലം തകർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ആദിവാസികൾ ജങ്കാർ നിർമ്മിച്ച് അതുമായാണ് തിരച്ചിലിന് ഇറങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് കൈപ്പിനി ഭാഗത്ത് നിന്നാണ് ആദ്യം മൃതദേഹം ലഭിക്കുന്നത്. പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇന്ന് ഇതുവരെ 10ലധികം മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. ഇപ്പോഴും കൃത്യമായ ഒരു കണക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഈ വനമേഖല പ്രത്യേകിച്ച് മുണ്ടേരി ഫാമിനോട് ചേർന്നുള്ള വനമേഖലയിൽ ആ വനത്തിനുള്ളിലോട്ട് വാഹനങ്ങൾക്ക് കടക്കാൻ കഴിയില്ല. കിലോമീറ്ററുകളോളം നടന്നു വേണം അങ്ങോട്ട് പോവാൻ. അപ്പോൾ അവിടെ നിന്നുള്ള തിരച്ചിൽ സംഘത്തിന് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം എത്ര മൃതദേഹങ്ങൾ ലഭിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്കില്ല. എങ്കിൽ പോലും 10ലധികം മൃതദേഹങ്ങൾ ഇതുവരെ കണ്ടെത്തി എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഒപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഈ മേഖലകളിൽ തിരച്ചിൽ സജീവമുണ്ടാവും. പ്രത്യേകിച്ച് ബേപ്പൂരുണ്ട്, അതുപോലെ ഇരവഴിഞ്ഞിപ്പുഴ മേഖലകളിലൊക്കെ തിരച്ചിലുണ്ട്. മമ്പാട് മേഖലയിൽ നിന്നൊരു മൃതദേഹം കണ്ടെത്തി, ആ മേഖലയിൽ തിരച്ചിലുണ്ട്. ചാലിയാറിന്റെ തന്നെ പോത്തുകൽ, അതുപോലെ മുണ്ടേരി ഭാഗങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് മൃതദേഹങ്ങൾ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ കുറച്ച് കൂടുതലായി തിരച്ചിൽ നടക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറച്ചും കൂടി ഊർജിതമായാണ് തെരച്ചിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് കുറച്ചുകൂടി നേവിയുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, നാട്ടുകാരുണ്ട്, മറ്റ് സന്നദ്ധ സംഘടനകളിലുള്ളവരുണ്ട്. അങ്ങനെ കൂടുതൽ പേർ, കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ പേർ, കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി മഴ പെയ്തതുകൊണ്ട് രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തിരച്ചിൽ നടപടികൾ കുറച്ച് സമയമെങ്കിലും തടസ്സപ്പെടുകയുണ്ടായിരുന്നു. ഇന്ന് ആ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇന്ന് സംഘം ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഊർജിതമായി, പ്രത്യേകിച്ച് ഇന്ന് 5 കിലോമീറ്റർ ഇടവിട്ട് സംഘം ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള ഒരു തെരച്ചിൽ നടപടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വ്യാപകമായി തെരച്ചിലുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കൃത്യമായി 5 കിലോമീറ്റർ ഇടവിട്ട് സംഘം തിരയുന്ന ഒരു മാർഗമായി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ചും കൂടി ഊർജിതമാണ് തെരച്ചിലെന്ന് നമുക്ക് പറയാൻ കഴിയും. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇന്ന് മുതൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ പലതും ശരീരഭാഗങ്ങൾ മാത്രമാണ് നമുക്കറിയാം. ആ ഭാഗങ്ങൾ ഇനി വയനാട്ടിലോട്ട് കയറ്റി അയക്കില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി പി പ്രസാദ് അടക്കമുള്ളവർ നമ്മോട് പറഞ്ഞത്. കാരണം പല മൃതദേഹങ്ങളും ജീർണിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ തിരിച്ചറിയാനാവാത്ത വിധത്തിൽ പലതും കൈ മാത്രമായി അല്ലെങ്കിൽ കാല് മാത്രമായി ഇങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആന്തരിക അവയവം മാത്രമായാണ് ലഭിക്കുന്നത്. നമുക്ക് തന്നെ കണ്ടു നിൽക്കാൻ കഴിയാത്ത അത്രയും ദയനീയമായ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ലഭിക്കുന്ന മൃതദേഹങ്ങൾ നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ഒപ്പം തന്നെ ഈ
ഈ ഐഡന്റിഫൈ ചെയ്ത മൃതദേഹങ്ങൾ പോലും ഏറ്റുവാങ്ങാൻ ബന്ധുക്കളില്ലാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. കാരണം നമുക്കറിയാം വയനാട്ടിൽ എത്രയോ പേരിപ്പോ ഈ നിലമ്പൂരിൽ എത്തുന്ന മൃതദേഹങ്ങൾക്ക് പുറമെ വയനാട്ടിൽ എത്രയോ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലഭിക്കുന്ന മൃതദേഹങ്ങൾ അത് ബന്ധുക്കൾ ഏറ്റെടുക്കാൻ ബന്ധുക്കളില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളത് അവരുടെ ഐഡന്റിഫൈ ചെയ്ത മൃതദേഹങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസരിച്ച് ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നുകൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഐഡന്റിഫൈ ചെയ്തത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ബന്ധുക്കളുള്ളതൊക്കെ തിരിച്ച് വയനാട്ടിലോട്ട് കയറ്റി അയക്കും. അത് ബാക്കി നടപടികൾ അവിടെ ആയിരിക്കും. എന്തായാലും ഇവിടെ സംസ്കരിക്കുന്ന മൃതദേഹങ്ങളാണെങ്കിൽ പോലും ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് DNA ടെസ്റ്റ് ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ സംസ്കരിക്കുകയുള്ളൂ എന്നുകൂടി മന്ത്രി അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ചാലിയാർ പുഴയുടെ എല്ലാ മേഖലകളിലും ഊർജിതമായ തെരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചത്. ഇപ്പോൾ പല മേഖലകളിലും തെരച്ചിൽ പങ്കുവെക്കുന്നതെങ്കിൽ പോലും അത് കേട്ടു നിൽക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനുഷ്യജീവനുകൾ അവർ ആര് എന്ന് പോലും തിരിച്ചറിയാനാകാതെ സംസ്കരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. എത്രയോ കിലോമീറ്റർ ദൂരമാണ് ഇതിന്റെ ഈ വലിയ മഹാദുരന്തത്തിന്റെ ആഘാതം ഈ ജീവനുകളെ എത്തിച്ചിരിക്കുന്നത്, മനുഷ്യരെ എത്തിച്ചിരിക്കുന്നത്. അവർ മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമായി മാറുന്നു, തിരിച്ചറിയാൻ പോലും കഴിയാതെ സംസ്കരിക്കേണ്ടുന്ന സാഹചര്യം എത്തുന്നു. അത് എന്തുകൊണ്ടാണ് എന്നതൊക്കെ അധികൃതർ വിശദീകരിക്കുന്നുണ്ട്. ബന്ധുക്കൾക്ക് പോലും അത് നമ്മൾ ഈ ദുരന്തത്തിന്റെ 2ാം ദിവസം മുതൽ കാണുന്നതാണ്. ബന്ധുക്കൾക്ക് പോലും ചില മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാതെ പോകുന്ന സാഹചര്യം. ഇപ്പോൾ മൃതദേഹം എന്ന് പറയാൻ പോലും പറ്റുന്നില്ല, അവശിഷ്ടങ്ങൾ മാത്രമാണ് ലഭിക്കുന്നത്. അത് ആ സാഹചര്യത്തിൽ ഇനി വയനാട്ടിലേക്ക് മൃതദേഹങ്ങൾ അയക്കേണ്ടതില്ല, അവിടെ തന്നെ സംസ്കരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയായിരുന്നു. ഇപ്പോൾ ഷംന, നമ്മൾ നേരത്തെ CV അനുമോദിനോടൊക്കെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവർ പറയുമ്പോൾ ഈ മൃതദേഹങ്ങൾ ഉണ്ടാകും എന്ന് കരുതി തെരച്ചിൽ നടക്കുന്ന ഇടങ്ങളിൽ അവ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല ഈ ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ, ആ പ്രദേശത്തെ കുറച്ചെങ്കിലും ഒക്കെ അറിയുന്നവർ, ഈ ദുരന്തമുഖത്ത് ഈ ജലം ഒഴുകിയതിന്റെ ഒക്കെ സാഹചര്യങ്ങളും സാധ്യതകളും നോക്കിക്കണ്ടവരൊക്കെ പറയുന്നത് ചാലിയാറിന്റെ വനത്തിലൂടെ കടന്നു പോകുന്ന ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ അടിഞ്ഞിരിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ്. അവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ വേണമെന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദിവാസികളുടെ ഒക്കെ വനത്തിൽ താമസിക്കുന്നവരുടെ ഒക്കെ സഹായത്തോടു കൂടിയുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവിടം വനമേഖല കൂടുതൽ കേന്ദ്രീകരിച്ചുള്ളൊരു തെരച്ചിൽ വേണമെന്ന ആവശ്യമുയരുമ്പോൾ അതിന് അധികൃതർ തയ്യാറാകുമോ? അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ഒരു തെരച്ചിലിന് സാധ്യത എത്രമാത്രമാണ്? അതിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? അങ്ങനെ ഒരു തെരച്ചിൽ തന്നെ അങ്ങോട്ടേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായും രേണുക, ഇന്നു മുതൽ തന്നെ അതിനുള്ള നടപടികൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഈ വനമേഖലയിൽ, പ്രത്യേകിച്ച് മുണ്ടേരി ഫാമിനോട് ചേർന്നുള്ള വനമേഖലയിൽ കൂടുതൽ മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത്. ഈ മേഖലകളിൽ നിന്നായി കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് ചോപ്പർ വഴി ഉദ്യോഗസ്ഥർ അവിടെ ഇറങ്ങുകയും നേവിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ടീം അവിടെ ചോപ്പർ വഴി ഇറങ്ങുകയും അവിടെ കേന്ദ്രീകരിച്ച് മൃതദേഹം ശേഖരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥ എന്തെന്ന് വെച്ചാൽ അവിടെ എയർലിഫ്റ്റിംഗ് സാധ്യമാവാത്ത ചില ഒരു അവസരങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ച് വരാൻ പെട്ടെന്ന് മഴ പെയ്യുകയോ ശക്തമായി മഴ പെയ്യുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് പുഴയിൽ കുത്തൊഴുക്ക് കൂടുകയോ ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഈ തിരച്ചിലിനായി പോയ സംഘം എങ്ങനെ തിരിച്ചു വരും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം വനമേഖല ആയതുകൊണ്ട് തന്നെ ഈ എയർലിഫ്റ്റിംഗ് സാധ്യമാവാത്ത ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും കഴിയുന്ന വിധത്തിൽ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ വനമേഖലയിൽ കൂടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്നു മുതൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട് പുഴയിലടക്കം, അല്ലെങ്കിൽ പുഴയോട് ചേർന്നുള്ള മേഖലകളിലൊക്കെ. ഈ മൺകൂനകളിലും ഒപ്പം ഈ മരങ്ങൾ വലിയ രീതിയിൽ കടപുഴകി വന്നിട്ടുണ്ട്, മറ്റവശിഷ്ടങ്ങൾ വന്നു കൂടിയിട്ടുണ്ട്. ഇതിനിടയിലും ഒക്കെ ആയിരിക്കും ഇന്ന് മുതൽ കൂടുതലായി തെരച്ചിൽ നടക്കുന്നത്. കാരണം ഈ പലപ്പോഴും മരങ്ങൾ കടപുഴകി വന്നു കഴിഞ്ഞ് അതിന് ചില്ലകളുടെ ഇടയിലൊക്കെയാണ് പല മൃതദേഹങ്ങളും ഉള്ളത്, അല്ലെങ്കിൽ ഈ മൺകൂന രൂപപ്പെട്ടതിന്റെ അടിയിലൊക്കെയാണ് മൃതദേഹങ്ങളുള്ളത്. ഇന്ന് കടാവർ നായ ഉൾപ്പെടെ എത്തി ഈ തെരച്ചിലിന് കുറച്ചും കൂടി ഊർജിതമായ ഒരു ശ്രമം നടക്കുകയുണ്ടായി. ഇങ്ങനെ ഈ ഡോഗ് സ്മെല്ല് പിടിച്ച് പോവുകയും അങ്ങനെയുള്ള കുറച്ചും കൂടി ഊർജിതമായ പ്രവർത്തനങ്ങളായിരുന്നു ഇന്നും നമ്മൾ കണ്ടത്. അത് ഇനിയും തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോഴും ഈ സ്മെല്ല് വഴിയൊക്കെ നൽകിയത്. ഏതായാലും ചാലിയാർ